Alhamdulillah. Alhamdulillah. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udzu billahi min shururi anfusina wa sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu. Wa ashhadu anna Muhammadan abduhu wa rasuluh. Arsalahu bil huda wa dinil haqq liyudhhirahu 'ala ad-dini kullihi walau karihal musyrikun. Ya ayyuhalladzina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. Ya ayyuhan nasu taqu rabbakum alladzi khalaqakum min nafsin wahidah wa khalaqa minha zawjaha wa batha minhuma rijalan katsiran wa nisaa wattaqullaha alladzi tasaaluna bihi wal arham innallaha kana 'alaykum raqiba. Ya ayyuhalladzina amanu taqullaha wa qulu qawlan sadida yuslih lakum a'malakum wa yaghfir lakum dhunubakum wa man yuti'illaha wa rasulahu faqad faza fawzan 'azima. Amma ba'du fa inna khairal kalami kalamullah wa khairas sunani sunan Muhammadin sallallahu alaihi wasallam wa syarrul umuri muhdatsatuha wa kullu muhdatsatin bid'ah wa kullu bid'atin dhalalah wa kullu dhalalatin finnar. സമാധരണീയരായ സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ അനുഭവിച്ചും ആസ്വദിച്ചുമാണ് നാം നമ്മുടെ ജീവിതയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആ അനുഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലാതായി പോയാൽ, ന്യൂനതകൾ സംഭവിച്ചാൽ നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ടാകുകയില്ല. സന്തോഷത്തിൻ്റെ സ്ഥാനത്ത് സന്താപമാണ് ഉണ്ടാവുക. സംതൃപ്തിയുടെ സ്ഥാനത്ത് അസംതൃപ്തിയാണ് ഉണ്ടാവുക. ആളുകൾ ബന്ധപ്പെടുന്ന ഇടങ്ങളിൽ നമ്മുടെ സാന്നിധ്യം അറിയിക്കുവാനല്ല, അസാന്നിധ്യമാണ് നാം തിരഞ്ഞെടുക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നിലനിൽക്കുന്നതിന് വേണ്ടി, ആ അനുഗ്രഹങ്ങൾ നമുക്ക് പിന്നീടും ഉപകരിക്കുന്നതാകുന്നതിനു വേണ്ടി അനുഗ്രഹദാതാവിനെ നിരന്തരമായി നാം അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയും അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹങ്ങൾ ചുരുക്കപ്പെടുമ്പോൾ, നഷ്ടപ്പെടുമ്പോൾ വിഷമിക്കുകയും ബേജാറാവുകയും പരിതപിക്കുകയും ചെയ്യുക എന്നതല്ല. അനുഗ്രഹങ്ങൾ നിലനിൽക്കുമ്പോൾ സമർത്ഥമായി പ്രയോജനപ്പെടുത്തി ശാശ്വതമായ ജീവിതത്തിൽ സൗഭാഗ്യം ലഭിക്കുന്നതിന് വേണ്ടി വിഭവങ്ങൾ ഒരുക്കുക എന്നതാണ് ബുദ്ധിമാന്മാർ എന്ന നിലക്ക് നമുക്ക് കരണീയമായിട്ടുള്ളത്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസ് ശബാബക ഖബ്ല ഹരിമിക വസിഹ്ഹതക ഖബ്ല സഖമിക വഗിനാക ഖബ്ല ഫക്രിക വഫറാഗക ഖബ്ല ശുഗ്ലിക വഹയാതക ഖബ്ല മൗതിക.
5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ പരിപൂർണമായും നീ ഉപയോഗപ്പെടുത്തണം. ശബാബക ഖബ്ല ഹരിമിക, വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നിന്റെ യുവത്വത്തെ. വസിഹതക ഖബ്ല സഖമിക, രോഗം വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യത്തെ. വഹിനാക ഖബ്ല ഫഖ്രിക, ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് നിന്റെ ധന്യതയെ. വഫറാഖക ഖബ്ല ശുഗ്ലിക, ജോലി തിരക്കിന് മുമ്പ് നിന്റെ ഒഴിവ് സമയത്തെ. വഹയാതക ഖബ്ല മൗതിക, മരണത്തിനു മുമ്പ് നിന്റെ ജീവിതത്തെ. ഈ ഓരോന്നും നഷ്ടപ്പെടുന്നതിന് മുമ്പ് സമ്പൂർണമായും നിനക്കു വേണ്ടി പ്രയോജനപ്പെടുത്താൻ, നിന്റെ ഭൗതികമായ ജീവിതത്തിൻ്റെ സുഖത്തിന് വേണ്ടി, സൗകര്യത്തിന് വേണ്ടി, സമാധാന സമ്പൂർണമായ സംതൃപ്തകരമായ സാഹചര്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതോടൊപ്പം പാരത്രികമായ ജീവിതത്തിൽ ധന്യത ലഭിക്കുന്നതിന് വേണ്ടി സമ്പൂർണമായും ഉപയോഗപ്പെടുത്തുവാൻ നിനക്ക് കഴിയേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളുണ്ടാകുമ്പോൾ, പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, നൊമ്പരങ്ങളുണ്ടാകുമ്പോൾ, ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ കുറവ് സംഭവിക്കുമ്പോൾ, ന്യൂനതകൾ ഉണ്ടാകുമ്പോൾ അതിൽ നിരാശപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്തുകൊണ്ട് ജീവിതത്തെ തന്നെ നശിപ്പിക്കുന്നതിന് വേണ്ടി ചിന്തിക്കുന്ന വിഭാഗങ്ങളിൽ നിങ്ങൾ ഉൾപ്പെടുവാൻ പാടുള്ളതല്ല. ചിലരെങ്കിലും അങ്ങനെയാണ്. ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ കുറവ് വരുമ്പോൾ, ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ ഉണ്ടാകുമ്പോൾ, ശാരീരികമായ വൈകല്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരുപക്ഷെ മാരാരോഗത്തിന് അടിമയാണ് താൻ എന്ന് ബോധ്യപ്പെടുമ്പോൾ, ഇതുവരെ ലഭിച്ചുകൊണ്ടിരുന്ന അനുഗ്രഹങ്ങളെ മുഴുവൻ വിസ്മരിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതമൊന്ന് നശിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചിലരെങ്കിലും അതിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെ ചിന്തിക്കുവാൻ പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലാ തഖ്തുലൂ അൻഫുസകും ഇന്നല്ലാഹ കാന ബിക്കും റഹീമ, തീർച്ചയായും നിങ്ങൾ നിങ്ങളെ കൊന്നുകളയുവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്. കരുണാവാരിധിയായ അല്ലാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ലഭ്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ പ്രയോജനപ്പെടുത്തിയും അവശേഷിക്കുന്ന അനുഗ്രഹങ്ങൾ ശരിയാം വിധം പ്രയോജനപ്പെടുത്തിയും പാരത്രികമായ ജീവിതത്തിൽ ധന്യത നേടുന്നതിന് വേണ്ടി പരിശ്രമിക്കുക എന്നതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ന്യൂനതകളും സംഭവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതും അള്ളാഹുവിനെ മറന്നുകൊണ്ട് താൻ തൻ്റെ ജീവിതത്തെ നശിപ്പിച്ച് കളയും എന്ന് പറയുകയോ ചിന്തിക്കുകയോ ചെയ്യുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുഗുണമല്ല. ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചാൽ, ആരെങ്കിലും തൻ്റെ ജീവിതത്തെ അപ്രകാരം നശിപ്പിച്ചു കളഞ്ഞാൽ, വമൻ ഖതല നഫ്സഹു ഉദ്ദിബ ബിഹി ഫീ നാരി ജഹന്നം, ആരെങ്കിലും തൻ്റെ ജീവിതത്തെ നശിപ്പിച്ചു കളഞ്ഞാൽ അവൻ ഏതൊരു കാരണം കൊണ്ടാണോ നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ളത് അത് മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ അവനെ ശിക്ഷിക്കുന്നതാണ്, നരകാഗ്നിയിൽ ഇട്ടുകൊണ്ട് ശിക്ഷിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കുറച്ചുകൂടി വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് കാണാൻ നമുക്ക് സാധിക്കും. ഒരു വ്യക്തി ആയുധം ഉപയോഗിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ, മൻ ഖതല നഫ്സഹു ബിഹദീദത്തിൻ വഹദീദതുഹു ഫീ യദിഹി യതവജ്ജഉ ബിഹാ ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദ. ഒരു വ്യക്തി
മാരകമായ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആയുധം അവൻ്റെ കയ്യിലുണ്ടായിരിക്കും. അന്ത്യനാളിൽ ആ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഫീ ബത്നിഹി, അവൻ്റെ വയറിൽ അവൻ വേദനിപ്പിച്ചുകൊണ്ടേ നരകത്തിൽ കഴിയേണ്ടി വരും, വേദനിപ്പിച്ചുകൊണ്ട് നരകത്തിൽ കഴിയേണ്ടി വരും. വമൻ ശരിബ സുമ്മൻ ഫഖതല നഫ്സഹു വഹുവ യതഹസ്സാഹു ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ അബദ. ഒരു വ്യക്തി വിഷം കുടിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്താൽ അന്ത്യനാളിൽ നരകാഗ്നിയിൽ ശാശ്വതമായി അവൻ ആ വിഷത്തിൻ്റെ വേദന രുചിച്ചുകൊണ്ടേയിരിക്കും. വമൻ തറദ്ദ മിൻ ജബലിൻ ഫഖതല നഫ്സഹു ഫഹുവ യതറദ്ദ ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദ. ഒരു വ്യക്തി ഒരു കുന്നിൻ്റെ മുകളിൽ പോയി, ഒരു മലയുടെ മുകളിൽ പോയി താഴോട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ത്യനാളിൽ നരകാഗ്നിയിൽ ആ ഒരവസ്ഥ അവന് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ശാശ്വതമായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അഥവാ എന്തുമാത്രം വിഷമം വന്നാലും, എന്തുമാത്രം പ്രയാസം വന്നാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് പാടുള്ളതല്ല. കാരണം അതിനവന് അവകാശമില്ല. എന്നാൽ നമ്മുടെ നാടുകളിൽ സമകാലിക സാഹചര്യത്തിൽ ആത്മഹത്യകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ലോകത്ത് ആത്മഹത്യകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു വർഷത്തിൽ 7 ലക്ഷം ആളുകൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ലോകാരോഗ്യ സംഘടന രേഖപ്പെടുത്തുന്നത്. ഇതിലേറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്താണ്. അതിലേറ്റവും കൂടുതൽ നടക്കുന്നത് സാക്ഷര കേരളത്തിലാണ്. ദിനം പ്രതി 30 ആത്മഹത്യകൾ നടക്കുമ്പോൾ 600 ആത്മഹത്യാ ശ്രമങ്ങൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ 10 വർഷത്തേക്കാൾ 27 ഇരട്ടി ആത്മഹത്യ നമ്മുടെ രാജ്യത്ത് നമ്മുടെ കൊച്ചു കേരളത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. കൂട്ട ആത്മഹത്യകളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക സമൂഹം പൂർവിക കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചിന്തയിൽ നിന്ന്, മേഖലയിൽ നിന്ന് അന്യമായിരുന്നെങ്കിൽ ഇന്ന് ഇസ്ലാമിക സമൂഹത്തിൽ പോലും, ഇസ്ലാമിക കുടുംബങ്ങളിൽ പോലും ആത്മഹത്യകളും കൂട്ട ആത്മഹത്യകളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. തീർച്ചയായും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അപ്രകാരം ചിന്തിക്കുവാൻ പാടില്ല. ലഭ്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ജീവിതം ഉപയോഗിച്ചുകൊണ്ട് പരമാവധി അള്ളാഹുവിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുക എന്നതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിത്തീരുമ്പോൾ അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മറന്നുകൊണ്ടും ജീവിതത്തെ തന്നെ നശിപ്പിച്ച് കളയുക എന്നുള്ളത് പാടുള്ളതല്ല. മറിച്ച് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിരന്തരമായി മുന്നോട്ട് നീങ്ങുക എന്നതാണ് വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് കരണീയമായിട്ടുള്ളത് എന്നാണ് വ്യത്യസ്തമായിട്ടുള്ള വചനങ്ങളിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹുവിനെ ഓർക്കാതിരിക്കാൻ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കാതിരിക്കാൻ, സന്തോഷത്തിൻ്റെ ഘട്ടത്തിലും സന്താപത്തിൻ്റെ ഘട്ടത്തിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്താണ്? കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാത ഫഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ. എങ്ങനെയാണ് അള്ളാഹുവിനെ നിങ്ങൾ നിഷേധിക്കുന്നത്? അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ തള്ളിക്കളയുന്നത്? അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കുന്നതിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ ഓടിക്കളയുന്നത്? നിങ്ങൾ നിർജീവനായിരുന്നില്ലേ? അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ജീവിതം നൽകി, അവൻ നിങ്ങളെ ജീവിപ്പിച്ചു. വീണ്ടും അവൻ നിങ്ങളെ മരിപ്പിക്കുന്നതാണ്, വീണ്ടും അവൻ നിങ്ങളെ ജീവിപ്പിക്കുന്നതാണ്. സുമ്മ ഇലൈഹി തുർജഊൻ, പിന്നീട് നിങ്ങൾ അള്ളാഹുവിങ്കലേക്ക് മടക്കപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിങ്കലേക്ക് മടക്കപ്പെടുന്നവരാണ് എന്നുള്ള ഉത്തമമായ ബോധ്യത്തിൻ്റെ വെളിച്ചത്തിൽ ലഭ്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി
പാരത്രികമായ ജീവിതം ധന്യമാക്കി തീർക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് കരണീയമായിട്ടുള്ളതും. അതിനപ്പുറത്തേക്കുള്ള ചിന്ത നമുക്ക് പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള വചനങ്ങളിലൂടെ പഠിപ്പിച്ചു തരുന്നതും. ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ ഘട്ടങ്ങളുണ്ടാകാം, സന്താപത്തിൻ്റെ ഘട്ടങ്ങളുണ്ടാകാം, കയറ്റവും ഉണ്ടാകും, ഇറക്കവും ഉണ്ടാകും. തീർച്ചയായും ഇന്ന മഅൽ ഉസ്രി യുസ്റ, ഞെരുക്കത്തോടൊപ്പം ലളിതമായ ലാഘവത്വമുള്ള പ്രയാസരഹിതമായ അവസ്ഥയുണ്ടായിത്തീരും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടും മുന്നോട്ട് നീങ്ങുക എന്നതാണ് വിശ്വാസികൾ എന്ന നിലക്കും നമുക്ക് കരണീയമായിട്ടുള്ളതും. അതാണ് നാം ചെയ്യേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ സംഭവിക്കുമ്പോൾ നാം ആരും അത്തരത്തിൽ ചിന്തിക്കുകയില്ല. പക്ഷേ ചിലപ്പോഴെങ്കിലും അത്തരത്തിലുള്ള വചനങ്ങൾ വിചാരിക്കാതെ പറഞ്ഞു പോകാറുണ്ട്. അങ്ങനെ പറയാൻ പോലും പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. ആ അധ്യാപനങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ കഫാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ വഅലാ മൻ ഇത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. ഫയാ അയ്യുഹൽ ഇഖ്വ വൽ അഖ്വാത്ത് ഉസീകും സാനിയൻ ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ജീവൻ അത് നഷ്ടപ്പെടുത്താൻ നമുക്ക് അവകാശവും അധികാരവും ഇല്ലാത്ത പോലെ തന്നെ നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അവയവങ്ങളെ ബോധപൂർവം നശിപ്പിച്ച് കളയുവാനും നമുക്ക് പാടില്ലാത്തതാണ്. അതിനുള്ള അധികാരം അല്ലാഹു നമുക്ക് നൽകിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞരിയിലുള്ള അനുഗ്രഹങ്ങൾ, നമ്മുടെ ശരീരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള അവയവങ്ങൾ, അവയുടെ ധർമ്മം നിർവഹിച്ചുകൊണ്ട് ശരിയാം വിധം മുന്നോട്ട് നീങ്ങാൻ നമുക്ക് സാധിക്കുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മേഖലയിൽ മാത്രം ആ അവയവങ്ങൾ ചലിപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കണം. ബോധപൂർവം നമ്മുടെ അവയവങ്ങൾക്ക് ശരീരത്തിന് കേടുപാട് സംഭവിക്കുന്ന യാതൊന്നിലും നാം ഏർപ്പെടാൻ പാടുള്ളതല്ല. യഥാർത്ഥത്തിൽ മദ്യപാനവും മയക്കുമരുന്നിൻ്റെ ഉപയോഗവും പുകവലിയും നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപകാരമുണ്ട് എന്ന് അത് ഉപയോഗിക്കുന്നവർ പോലും ഇതുവരെ ശരിയാം വിധം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ എന്ന നിലക്ക് ഇത്തരം വസ്തുക്കളുടെ ഉപയോഗത്തിൽ നിന്ന് പരിപൂർണമായും നാം വിട്ടുനിൽക്കണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നു, വലാ തുൽഖൂ ബിഐദീകും ഇലാ തഹ്ലുക. അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നന്മ ചെയ്യുക. പക്ഷേ ആ നന്മകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോഴും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കൈകൾ നാശത്തിലേക്ക് വലിച്ചിടാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ പുകവലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാമാണികരായ പണ്ഡിതന്മാരെല്ലാം അത് നിഷിദ്ധമാണ് എന്ന് രേഖപ്പെടുത്തിയത് കാണാൻ നമുക്ക് സാധിക്കും. മദ്യപാനം, മയക്കുമരുന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മിലൊരാൾ പോലും അത് ഉപയോഗിക്കുന്നില്ല. എന്നാൽ ഒറ്റപ്പെട്ട വ്യക്തികളെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പുകവലി ശീലമാക്കിയവരാണ്. പ്രാമാണികരായ പണ്ഡിതന്മാർ മുഴുവൻ പുകവലി പാടില്ല, നിഷിദ്ധമാണ് എന്ന് രേഖപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. 4 മദ്ഹബിലെയും പ്രാമാണികരായ പണ്ഡിതന്മാർ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇമാം ഷാഫി റഹ്മഹുല്ലാ പറയുകയുണ്ടായി, പുകവലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ വസ്തുക്കൾ വാങ്ങാനോ വിൽക്കാനോ പാടുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടി, അദ്ദുഖാനു മുഹറം, പുകവലിക്കുക എന്നുള്ളത്
ഹറാമാകുന്നു എന്നാണ്. ലികൗനിഹി ഖബീസൻ, എന്തുകൊണ്ട്? അത് ഖബീസാണ്, അത് മോശപ്പെട്ടതാണ്, നല്ലതല്ല എന്നതുകൊണ്ട്. വമുസ്തമിലൻ അലാ അദ്റാരിൻ കസീറ, ധാരാളമായ ഉപദ്രവങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പുകവലിയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല. കാരണം പുകവലി നിഷിദ്ധമാകുന്നു. ഇബ്നു ബാസ് റഹിമഹുല്ല, ആധുനിക പണ്ഡിതനായ ഇബ്നു ബാസ് റഹിമഹുല്ലയും ഇതേ പ്രകാരം രേഖപ്പെടുത്തി. അത്തദ്ഖീനു സബത ഇൻദന ബിഅന്നഹു മുഹറം, തെളിവുകൾ കൊണ്ട് പുകവലി നമ്മുടെ അടുത്ത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നിന്നുള്ള അധ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുകവലിക്കുക എന്നുള്ളത് നിഷിദ്ധമാണ് എന്നാണ് ഇബ്നു ബാസ് റഹിമഹുല്ല രേഖപ്പെടുത്തിയിട്ടുള്ളത്. അശ്ശൈഖ് സ്വാലിഹ് അൽ ഉസൈമിൻ റഹിമഹുല്ല അദ്ദേഹവും പറഞ്ഞു, ലാ യജൂസു ലിൽ ഇൻസാനി അൻ യബീഅ അദ്ദുഖാൻ ലിഅന്നഹു മുഹറം, പുകവലിക്കുന്ന വസ്തുക്കൾ വിൽക്കുവാൻ ഒരു മനുഷ്യന് പാടുള്ളതല്ല, കാരണം അത് നിഷിദ്ധമാണ്. ഇപ്രകാരം പണ്ഡിതന്മാർ രേഖപ്പെടുത്താനുള്ള കാരണം വിശുദ്ധ ഖുർആനിലുള്ള അധ്യാപനത്തിൻ്റെ പൊരുളാണ്. ഇമാം ഷാഫി റഹിമഹുല്ല തന്നെ നേരത്തെ ഉദ്ധരിച്ചിട്ടുള്ളതിൻ്റെ തുടർച്ചയായി അദ്ദേഹം പറയുകയുണ്ടായി, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് അനുവദനീയമാക്കിയിട്ടുള്ളത് വിശിഷ്ടമായ വസ്തുക്കളാണ്. ഭക്ഷണ പാനീയങ്ങളാകട്ടെ മറ്റുള്ളതാകട്ടെ വിശിഷ്ടമായത് മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. വിശിഷ്ടമല്ലാത്ത മ്ലേച്ഛമായ കാര്യങ്ങൾ മുഴുവൻ അല്ലാഹു നിഷിദ്ധമാക്കുകയും ചെയ്തിട്ടുണ്ട്. യസ്അലൂനക മാദാ ഉഹില്ല ലഹും ഖുൽ ഉഹില്ല ലകും അത്വയ്യിബാത്ത്, പ്രവാചകരെ അങ്ങയോട് അവർ ചോദിക്കുന്നു, എന്താണ് ഞങ്ങൾക്ക് അനുവദനീയമാക്കപ്പെട്ടിട്ടുള്ളത് എന്ന്. പറഞ്ഞു കൊടുക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അനുവദനീയമാക്കിയിട്ടുള്ളത് വിശിഷ്ടമായത് മാത്രമാകുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബ്ദൂൻ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ വിശിഷ്ടമായത് ഭുജിക്കുക, നിങ്ങൾ അള്ളാഹുവിന് നന്ദി സമർപ്പിക്കുകയും ചെയ്യുക, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ. അതുകൊണ്ട് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, മദ്യപാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, പുകവലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ കാര്യങ്ങളും നിഷിദ്ധമാണ് എന്നാണ് ഈ വചനങ്ങളുടെ, ഖുർആനിക വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ലോകത്തുള്ള ചർച്ച ഇത് നിഷിദ്ധമാണോ അല്ലേ എന്നത് മാത്രമല്ല, അതിനേക്കാൾ ഉപരി ചർച്ച ചെയ്യുന്നത് കാണാൻ നമുക്ക് സാധിക്കും. പുകവലിക്കുന്ന ഒരു വ്യക്തിക്ക് പുകവലിച്ചുകൊണ്ട് പള്ളിയിൽ വരാൻ പറ്റുമോ ഇല്ലേ? പറ്റില്ല എന്നാണ് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് അതിനുള്ള തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, മൻ അകല സൂമൻ ഔ ബസ്വലൻ ഫലാ യഖ്റുബന്ന മസ്ജിദന വൽ യുസല്ലി ഫീ ബൈതിഹി. ഒരു വ്യക്തി വെളുത്ത ഉള്ളി അല്ലെങ്കിൽ ചമന്ന ഉള്ളി ഭക്ഷിച്ചു എങ്കിൽ അവൻ നമ്മുടെ പള്ളിയിലേക്ക് അടുക്കുവാൻ പാടില്ല, അവൻ വീട്ടിൽ നിന്ന് നമസ്കരിച്ചു കൊള്ളട്ടെ. എന്താ കാരണം? ഉള്ളി നിഷിദ്ധമല്ല, നമുക്കത് ഉപയോഗിക്കാം, വേവിച്ചുപയോഗിക്കാം, അല്ലാതെയും നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ആൾക്കൂട്ടത്തിലേക്ക് വരുമ്പോൾ, ജനങ്ങൾക്കിടയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഗന്ധം ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് കൊള്ളണമെന്നില്ല. മറ്റൊരു ഘടകത്തിൽ കാണാൻ നമുക്ക് സാധിക്കും, മനുഷ്യ മക്കൾ വേദനിക്കുന്ന വിഷമിക്കുന്ന കാര്യത്തിൽ അല്ലാഹുവിൻ്റെ മലക്കുകളും വിഷമിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഉള്ളി തിന്നുകൊണ്ട് പള്ളിയിൽ വരാൻ പാടില്ല, അവൻ വീട്ടിൽ നിന്ന് നമസ്കരിച്ചു കൊള്ളട്ടെ. വീട്ടിൽ നിന്ന് നമസ്കരിക്കണം എന്ന് പറയാനല്ല യഥാർത്ഥത്തിൽ, മറിച്ച് നമ്മുടെ ഈ ചെയ്തി കാരണത്താൽ സമൂഹത്തിലുള്ള മറ്റുള്ള ആളുകൾക്ക് ഉപദ്രവവും വിഷമവും പ്രയാസവും ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറഞ്ഞിട്ടുള്ളതും. അതുകൊണ്ട് പുകവലിക്കുന്ന ആളുകൾ പള്ളിയിലേക്ക് വരാൻ പാടില്ല എന്ന് നാം പറയുന്നില്ല.
മറിച്ച് പള്ളിയിലേക്ക് വരുമ്പോഴെങ്കിലും പുകവലിക്കാതിരിക്കണം. ചില വ്യക്തികൾ പള്ളിയുടെ കവാടത്തിനടുത്തു വരെ വലിച്ചൂരി വരികയും പിന്നീട് പള്ളിയിലേക്ക് കടന്നു വരികയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. പാടില്ല, നിഷിദ്ധമാണ് എന്നാണ് പ്രാമാണികമായ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രയോജനവുമില്ല. വൈദ്യശാസ്ത്രം രേഖപ്പെടുത്തിയിട്ടില്ല, അനുഭവസ്ഥർ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, പ്രമാണത്തിൻ്റെ പിൻബലത്താലും അനുഭവം കൊണ്ടുള്ള യാഥാർത്ഥീകരണം കാരണത്താലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് നിഷിദ്ധമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവൻ നൽകിയിട്ടുള്ളതും നമുക്ക് ആയുസ് നൽകിയിട്ടുള്ളതും അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ളതും ശരീരത്തിന് വ്യത്യസ്തമായിട്ടുള്ള അവയവങ്ങൾ അല്ലാഹു നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളതും അതിനെ തുലച്ചു കളയുന്നതിന് വേണ്ടിയെല്ലാം, നശിപ്പിച്ച് കളയുന്നതിന് വേണ്ടിയെല്ലാം സമർത്ഥമായി പ്രയോജനപ്പെടുത്തി പാരത്രികമായ ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പാഥേയം ഒരുക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് നാം ബോധവാന്മാരാവുക, നിഷിദ്ധമായ മേഖലകളിൽ നിന്നും പരിപൂർണമായും വിട്ടുനിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം നിഷിദ്ധങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. വീഴ്ചകൾ അവൻ നമുക്ക് പുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഖുറാമ ഇന്നഹാ സഅത മുസ്തഖറൻ മുഖാമം. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.